ഈ മന്ദിരം ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് പഞ്ചായത്തില് പെർമിഷന് കൊടുക്കുമ്പോൾ മുതൽ ഇവിടെ ഓരോരോ വിഷയങ്ങളിൽ ഇതിന്റെ അളവ്, ഇതിന്റെ തൂക്കം, ഇതിന്റെ നീളം, ഇതിന്റെ കട്ടില തുടങ്ങി ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുമോ അതിന്റെ എല്ലാ ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. വളരെ പ്രയാസപ്പെട്ടാണ് ഇതിന്റെ മറ്റു വർക്കുകൾ ശ്രീ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോയി ഇത് യാഥാർത്ഥ്യമാക്കിയത്. നമുക്കറിയാം, ഒരു ഓഫീസ് നിർമ്മിക്കാൻ വലിയ പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ തുടക്കം മുതൽ ഒടുക്കൻ വരെ അതിന് പ്രയാസങ്ങളാണ്. ഒരുപാട് സാധന സാമഗ്രികൾ ആവശ്യമാണ്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് പേരുടെ പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ തന്നെ എല്ലാം നല്ല നിലയിൽ പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം ബഹുമാന്യനും ആരാധ്യനുമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ഇന്ന് 5 മണിക്ക് ഇവിടെ നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് ഇന്ന് പുലർച്ചെ CPM-ന്റെ ക്രിമിനൽ, CPM-ന്റെ ഗുണ്ടകൾ ഈ ഓഫീസ് ഈ രീതികൾ വൃത്തികേടാക്കിയത്. ഈ രീതിയിൽ അതിന്റെ ആ കട്ട്ലയിൽ പെട്രോൾ ഒഴിച്ച് ആ കട്ട്ല കത്തിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് 10 മണിക്ക് ഇവിടെ വരുമ്പോഴും ആ കട്ട്ല അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ജനച്ചില്ലകൾ തകർത്തു, CCTV അത് പാടെ നശിപ്പിച്ചു. കക്കാൻ വരുന്നവൻ, കൊള്ള നടത്താൻ വരുന്നവൻ സാധാരണ ചെയ്യുന്നത് CCTV അത് തകർത്ത് കളയുകയാണ്. അത് തന്നെയാണ് കൊള്ളക്ക് വന്നവൻ, കൊള്ളക്കാരായവൻ, കള്ളന്മാർ. ആ കള്ളന്മാർ CCTV തകർത്തിട്ടാണ് ഈ ഓഫീസിന്റെ ചില്ലും അതുപോലെ തന്നെ ജനച്ചിലകളും അടിച്ചു തകർത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് ഇവിടെ ഇതിന്റെ ജനല വെക്കുമ്പോൾ, ഇതിന്റെ ചില്ല വെക്കുമ്പോൾ, ഇതിന്റെ കട്ടള വെക്കുമ്പോൾ ഇവിടെ CPM-ന്റെ കുട്ടി സഖാക്കൾ അവർക്ക് ഇന്നും രാഷ്ട്രീയം എന്താണെന്ന് தெரிഞ്ഞിട്ടില്ല, ജനാധിപത്യം എന്താണെന്ന് தெரிഞ്ഞിട്ടില്ല, ആശയപരമായ രാഷ്ട്രീയം അതെന്താണ് എന്ന് தெரிഞ്ഞിട്ടില്ല. ആ കുട്ടി സഖാക്കൾ, ആ കള്ളന്മാർ അവര് പറഞ്ഞത്, നിങ്ങൾ ചില്ല് വെക്കുമ്പോൾ അത് ഞങ്ങൾക്ക് എറിഞ്ഞു പൊളിക്കാൻ സൗകര്യമുള്ള ചില്ല് വെച്ചാൽ മതി. നിങ്ങൾ പൈസ മുടക്കി, അവന്റെ ഔദാര്യം പൈസ മുടക്കി നിങ്ങൾ നല്ല ചില്ലുകൾ വെക്കണ്ട, ഞങ്ങൾ അത് എറിഞ്ഞു പൊളിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെറിയ ചില്ലുകൾ, വില കുറഞ്ഞ ചില്ലുകൾ മേടിച്ചു വെച്ചാൽ മതി എന്ന് ഈ കൊള്ളക്കാർ, ഈ കള്ളന്മാർ നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ തെളിവ് വേറെ ഒന്നും വേണ്ടല്ലോ. ഈ ഓഫീസ് പൊളിച്ച് അതിന് തെളിവ് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ചിലവരുടെ സന്ദർശനം നടത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സന്ദർശനം നടത്തിയിട്ട് ഒരു ഉളുപ്പും മുഴുവനില്ലാതെ ആ സന്ദർശനം നടത്തിയവർ ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് ഒരു ഉളുപ്പ് വേണ്ടേ? അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കള്ളന്മാരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പരസ്യമായി പറയണം. എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് തകർത്തിട്ട് കാര്യം? ഈ പിണറായി പഞ്ചായത്തിൽ 10-20ഓളം കോൺഗ്രസിന്റെ ഓഫീസുകളുണ്ട്. ആ ഓഫീസുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സംഘടനകൾ ഉണ്ടാകുമ്പോൾ ആ സംഘടനത്തിന്റെ മറവിൽ ഈ കൊള്ളക്കാർ വന്ന് ഇവിടെയുള്ള നമ്മുടെ ഓഫീസുകൾ 4-5 വീതം ഓരോരോ തവണയായി ആക്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ആരാണ് പറഞ്ഞു വിടുന്നത്? നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ പറയണം. നിങ്ങളെ ആരാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളാക്കി മാറ്റി നിങ്ങളെ ഇതിനു വേണ്ടി ഉപദേശം നൽകുന്നത്, നിങ്ങൾക്ക് ഇതിനു വേണ്ടി നിർദ്ദേശം നൽകുന്നത് ഏതൊരാണ് എന്ന് ഉച്ചത്തിൽ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇവിടെ ആശയപരമായ രാഷ്ട്രീയമാണ് വേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഈ
അങ്ങനെ ഈ പ്രസ്ഥാനം ഇല്ലാതാകുമായിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനം ഉടലെടുത്ത അന്ന് ഈ പ്രസ്ഥാനം ഇല്ലാതാകണം. ഇത് ചെയ്തവരോട് ഞാൻ സൂചിപ്പിക്കുന്നു, ഈ രാജ്യത്ത് ചൈതന്യവത്തായ ത്യാഗോജ്വലമായ സമരം ചെയ്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ ചരിത്രം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രമാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസ് തകർത്തുകൊണ്ട് ഈ വലിയ പ്രസ്ഥാനം, ഈ ജനാധിപത്യ പ്രസ്ഥാനം, ലോകത്തിലെ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇതിന്റെ പിന്നിൽ ആരാണ്? ഈശ്വരമായി പിണറായിയിലെ ഓഫീസുകൾ ആക്രമിക്കപ്പെടുന്നതിന്റെ പിന്നിൽ ഏത് നേതാവാണ്? ഈ പ്രദേശത്ത് താമസിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് അവകാശപ്പെടുന്ന ഇരട്ട ചങ്കൻ. അദ്ദേഹത്തിന് ഒരു നാണവും ഒരു ഉളുപ്പുമില്ലേ? ഒരു പാർട്ടി ഓഫീസ് ഇങ്ങനെ ദൈനംദിനമായി അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു എതിർകക്ഷിയുടെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ ഓഫീസ് അടിച്ചു തകർക്കാൻ